Ladies and gentlemen, may I have your attention, please? 5, 4, 3, 2, 1, go. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ ചരിത്രം, ഭാരതത്തിന്റെ ധീരദേശാഭിമാനികളുടെ ഐതിഹാസികമായ സമരചരിത്രം നമുക്ക് ഓർത്തെടുക്കാം. 1857 സംഘടിതമായ സമരം ആരംഭിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ സൈന്യത്തിലെ ശിപായിമാർ എന്ന് വിളിച്ച ഇന്ത്യക്കാരായ സൈനികർ സായുധ സമരം നടത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് ഈ സമരത്തെ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇതിനെ ശിപായി ലഹള എന്ന് വിളിച്ചിരുന്നു. വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചു. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിൽ 1911 വിഭജനം റദ്ദാക്കി ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി. സ്വദേശി പ്രസ്ഥാനം രാജ്യത്ത് ശക്തി പ്രാപിച്ചു. 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തി. 3 പതിറ്റാണ്ടിലേറെക്കാലം ആ മഹാത്മാവ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചു. കർഷകരെയും സാധാരണക്കാരെയും ഒപ്പം ചേർത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പുതിയൊരധ്യായം കൂട്ടിച്ചേർത്തു. അഹിംസയിലും സത്യാഗ്രഹത്തിലും അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ സമരരീതി. 1917 ബീഹാറിലെ ചമ്പാരനിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടന്നു. 1919 ഏപ്രിൽ 13 റൗലറ്റ് ആക്ടിനെതിരായ പ്രക്ഷോഭം പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻ വാലാബാഗിൽ സമ്മേളിച്ച സമരക്കാർക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെപ്പ് നടത്തി. ഈ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി തിരിച്ചേൽപ്പിച്ചു. ഇതേ വർഷം അലി സഹോദരന്മാർ ചേർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചു. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 1922 ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ 22 ബ്രിട്ടീഷ് പോലീസുകാർ വധിക്കപ്പെട്ടു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജിയും 72 പ്രതിനിധികളും ദണ്ഡി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്തു. 1931 വിപ്ലവകാരികളായ ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഒന്നാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ചു. ഓഗസ്റ്റ് 8 ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യ രാജ്യം മുഴുവനുള്ള ജനത ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശനം. 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകരണം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണം. 1947 ഫെബ്രുവരി 20 ഇന്ത്യക്ക് അധികാര കൈമാറ്റം എന്ന ചരിത്ര പ്രഖ്യാപനം ക്ലമന്റ് ആറ്റ്ലി നടത്തുന്നു. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി. ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ഓഗസ്റ്റ് 15 ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നിരിക്കുന്നു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം.